ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. എന്താണ് കോൺസെപ്റ്റ്, എങ്ങനെയാണ് നമ്മളതിനകത്ത് പ്രോബ്ലംസിനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ആ കോൺസെപ്റ്റുകൾ നന്നായിട്ട് തറവായവർ ഈ ക്ലാസ് കാണുക. തറവാകാത്തവർ ഒന്നുകൂടെ പോയി ആ ക്ലാസ് റീവിസിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സിൻ്റെ അടിയിൽ ഞാനൊരു ഷോർട്ടിൻ്റെ ലിങ്കും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സും മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ അതും പോയിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് ഈ ക്ലാസ്സിലോട്ട് നിങ്ങൾ വരിക. ബിക്കോസ് അതിൻ്റെ ആപ്ലിക്കേഷനുള്ള ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിലുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഈ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. ബിക്കോസ് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അതൊക്കെ ഒന്ന് ഒഴിവായിട്ടുണ്ട്. സോ ഇനി ത്രൂ ഔട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ലിറ്ററലി സമയം വെളുപ്പിന് 3 മണിയായി. ഇപ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഒട്ടും ലേറ്റ് ആവേണ്ട, നാളത്തേക്ക് വെക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. എ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ ഓഫ് 5:3 റെസ്പെക്റ്റീവ്ലി. ഒരു സൊല്യൂഷൻ ഉണ്ട്, പാലും വെള്ളത്തിൻ്റെയാണ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിൽ മിൽക്ക് 5ഉം വാട്ടർ 3ഉം. ഓക്കെ. On adding 7 liters of water, the ratio of milk to water becomes 1:2. Find the quantity of milk in the mixture. അപ്പോൾ ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുമ്പോൾ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കാണ്, പേപ്പറാണോ എടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ അതിലിത് എഴുതി വയ്ക്കുക. സോ എഴുതി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ് കാണാവുള്ളൂ. ബിക്കോസ് ഞാനിവിടെ ഈ ഫ്രെയിമിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് വളരെ ലിമിറ്റഡ് ടൈമിലെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ കിടക്കാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതാം ആദ്യം. എ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 5:3. അപ്പം മിൽക്കിന് നമുക്ക് എം എന്നും വാട്ടറിന് നമുക്ക് W എന്നും വെക്കാം. അപ്പോൾ 5:3 എന്ന അനുപാതത്തിലാണ് എന്ത് മിൽക്കും വാട്ടറും ഉള്ളത്. ഇനി പറയുന്നത് എന്താ? ഓൺ ആഡിങ് 7 liters ഓഫ് വാട്ടർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കംസ് 1:2. അപ്പോൾ നേരത്തെ ക്ലാസ്സിലോട്ടൊന്ന് നിങ്ങൾ പോവുക. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ ഒരു സൊല്യൂഷനിൽ എന്താണോ ആഡ് ചെയ്യുന്നത്, ആഡ് ചെയ്യുമ്പോൾ ആ റേഷ്യോ ചേഞ്ച് ആവും അല്ലേ? ആഡ് ചെയ്യുമ്പോൾ ആ റേഷ്യോ ചേഞ്ച് ആവും. എടുത്തു മാറ്റുമ്പോൾ എന്താ റേഷ്യോ മാറില്ല. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. അത് ക്ലിയർ ആവാത്തവർ ഒന്നുകൂടെ പോയത് കാണുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്, മിൽക്ക് ആഡ് ചെയ്യുന്നില്ല അല്ലേ? 7 liters ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കംസ് 1:2. 1:2 ആവുന്നു. എത്ര? 7 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോൾ. ഇവിടുന്ന് എന്താ ഒരു 7 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആയത് റേഷ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഏതെങ്കിലും ഒരു എലമെൻറ്റ് ആഡ് ചെയ്താൽ അതിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്, മറ്റേതിന് ചേഞ്ച് വരുന്നില്ല. ഇവിടെ ഏത് എലമെൻ്റ് ആഡ് ചെയ്തത്? വെള്ളമല്ലേ ആഡ് ചെയ്തത്? മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മിൽക്ക് ഒരേപോലെ ഇരിക്കണം. ഇവിടെ എന്താ, ഈ മിൽക്ക് ഇതുപോലെ തന്നെ ഒരേപോലെ തന്നെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5 × 1 5 × 2 10 അല്ലേ? അപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ എന്താ, വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ മാറി, പക്ഷേ മിൽക്കിൻ്റെ അളവ് സെയിം ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ 5:10 വന്നില്ലേ? ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യം എത്ര ഉണ്ടായിരുന്ന വാട്ടർ? 3. ഇപ്പം എത്ര? 10. 3ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ തന്നെയാണ് 10? 7. 7 ലിറ്റർ വെള്ളമല്ലേ ആഡ് ചെയ്തത്? അപ്പോൾ 10 വന്നു. അപ്പോൾ ഇത് ഒറിജിനൽ വാല്യൂ അല്ലേ? ആണ്. അപ്പോൾ വാട്ടർ 10 ഉണ്ടെങ്കിൽ എത്ര വന്നു? മിൽക്ക് 5. കണ്ടോ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ മിക്സ്ചർ. ഓപ്ഷനിലുള്ള 5 liters ആണ് ഉത്തരം. ഓക്കെ. സോ എന്തോരം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ ഈ കോൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെള്ളം ആഡ് ചെയ്താൽ വെള്ളത്തിൻ്റെ റേഷ്യോ ആണ് മാറുന്നത്, മിൽക്ക് സെയിം ആയി തന്നെ ഇരിക്കും. മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് സെയിം ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. വായിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
പോസ് ചെയ്ത് നല്ല വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. മിക്സർ അലിഗേഷനിൽ എപ്പോഴും ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. നോക്കിക്കോ, ചോദ്യം എന്താ? എ വെസൽ ഈസ് ഫിൽഡ് വിത്ത് ലിക്വിഡ് 5 parts of which are water and 11 parts syrup. So what part of mixture must be drawn off and replaced with water so that the mixture may be syrup and water in the ratio 3:2? ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ എഴുതാം. ഒരു വെസലിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൽ 5 പാർട്സ് എന്താണ്? വാട്ടർ, 11 പാർട്സ് സിറപ്പ്. അപ്പോൾ 5:11 എന്നുള്ള അനുപാതത്തിൽ വാട്ടറും ഉണ്ട് സിറപ്പും ഉണ്ട്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ സോ ദാറ്റ് ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ നമുക്കൊരു നോക്കൂ, ഇവിടെ ഇങ്ങനെ നമുക്കൊരു വാട്ടറും സിറപ്പും കൂടിയുള്ളൊരു സൊല്യൂഷനുണ്ട്. അപ്പോൾ ഇവർ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ എപ്പോഴും ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ക്വസ്റ്റ്യൻസിൽ റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനിൽ നിന്ന് എത്രത്തോളമാണോ എടുത്ത് മാറ്റുന്നത് അത്രത്തോളം തന്നെ തിരിച്ചിടും. ഇതിൽ നിന്ന് 5 ലിറ്ററാണ് എടുക്കുന്നതെങ്കിൽ 5 ലിറ്റർ തിരിച്ചിടും. മനസ്സിലായോ? 5 ലിറ്റർ എടുത്ത് മാറ്റിയാൽ 5 ലിറ്റർ തിരിച്ചിടും. അപ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ്റെ മൊത്തം അളവ് മാറുന്നില്ല, എത്രത്തോളമാണോ അതിൽ നിന്ന് എടുക്കുന്നത് അത്രത്തോളം തന്നെ അതിൽ തിരിച്ചിടും. അപ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞ വാക്ക് വന്നാൽ അത് മൈൻഡിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ്, എടുത്ത് മാറ്റണം, ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ, അതായത് അതേ അളവ് വാട്ടർ, സോ ദാറ്റ് ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ സൊല്യൂഷനിൽ നിന്ന് ഒരു ഭാഗം എടുത്തു മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗം എടുത്ത് മാറ്റിയാൽ വാട്ടറും അതേ ഭാഗം പോവും സിറപ്പും അതേ ഭാഗം പോവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ എടുത്ത് മാറ്റിയതിന് ശേഷം ആ എടുത്ത് മാറ്റിയ അത്രയും ഭാഗം വാട്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ സിറപ്പും, അപ്പോൾ എന്താ സംഭവിച്ചത്? എടുത്ത് മാറ്റിയപ്പോൾ സിറപ്പും വാട്ടറും പോയപ്പോൾ എന്താ? സിറപ്പും വാട്ടറും കൂടി പോയി. തിരിച്ചു വന്നപ്പോഴോ വാട്ടർ മാത്രം വന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത്? മൊത്തത്തിൽ വാട്ടറാണ് കൂടിയത്, സിറപ്പിൻ്റെ റേഷ്യോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്കൊരു സംശയം വരുമെന്ന് എനിക്കറിയാം. അതെന്താണ്? അതായത് ഇവിടുന്ന് സിറപ്പും വാട്ടറും ഉണ്ട് അല്ലേ, ഇതിൽ നിന്ന് കുറച്ച് സിറപ്പും വാട്ടറും എടുത്ത് മാറ്റി, എന്നിട്ട് ആ മാറ്റിയ സ്ഥലത്തോട്ട് വാട്ടർ ആഡ് ചെയ്താൽ അതെങ്ങനെ സിറപ്പ് അതുപോലെ നിൽക്കും? സിറപ്പിൻ്റെ അളവ് കുറഞ്ഞില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കരുത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വിട്ടേക്ക് ഇത് ഈ ഫസ്റ്റ് ഈ കേസ് പറയാം. കാരണം ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ളൊരു സാധനമായത്, അതുകൊണ്ടാണ് മനസ്സിലാവാൻ. സിറപ്പ് പ്ലസ് വാട്ടർ ഇതിനകത്തുണ്ട്. ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയല്ലോ, മാറ്റിയപ്പോൾ സിറപ്പും വാട്ടറും കൂടിയല്ലേ പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയാൽ, ഇപ്പം ഇതിനകത്താകെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. എന്താ? സിറപ്പും വാട്ടറും. അപ്പോൾ ഈ സിറപ്പും വാട്ടറും കൂടെ ഇടകലർന്ന് നിൽക്കുന്ന ഈ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾ ഒരു സൊല്യൂഷൻ എടുത്ത് മാറ്റിയാൽ ആ മാറ്റിയതിനകത്ത് എത്ര റേഷ്യോയിലാണോ സിറപ്പും വാട്ടറും ഉള്ളത് അതേ റേഷ്യോയിലാണ് സിറപ്പും വാട്ടറും ഇവിടെ ഉള്ളത്. മനസ്സിലായോ? അതേ റേഷ്യോയിലാണ് സിറപ്പും വാട്ടറും ഇവിടെ ഉള്ളത്. അതായത് ഒരു സൊല്യൂഷനിനകത്തുനിന്ന് ഒരു വസ്തു അല്ലെങ്കിൽ ആ സൊല്യൂഷൻ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ആ റേഷ്യോയ്ക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ എന്താ? ഞാൻ എടുത്തു മാറ്റിയ സൊല്യൂഷനിൽ സിറപ്പിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ 1:2 എന്നാണെങ്കിൽ ഇവിടെ ബാക്കി വരുന്ന സിറപ്പിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:2 ആയിരിക്കും. മനസ്സിലായോ? എടുത്തു മാറ്റുമ്പോൾ റേഷ്യോയിന് മാറ്റം വരുന്നില്ല. ഇതും കൂടെ നോട്ടിൻ്റെ സൈഡിൽ എഴുതി വെച്ചോ. എടുത്തു മാറ്റുമ്പോൾ കുറയ്ക്കുമ്പോൾ റേഷ്യോ മാറുന്നില്ല, ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് റേഷ്യോ മാറുന്നത്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്താൽ. അപ്പോൾ ഈ സംശയം വരുന്ന ഇതാണ്, എന്താണ്? ഈ സൊല്യൂഷനിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ വാട്ടർ മാത്രമല്ലല്ലോ സിറപ്പും പോകുമല്ലോ, എന്നിട്ട് വാട്ടർ ആഡ് ചെയ്താൽ സിറപ്പിൻ്റെ കുറയില്ല എന്നാ ചോദ്യം. ഇല്ല. കാരണം എന്താ? ഈ പറഞ്ഞനുസരിച്ച് എടുത്തു മാറ്റുമ്പോൾ റേഷ്യോ സെയിം ആണ്. പോയതെന്താ? സിറപ്പും വാട്ടറും കൂടെയാണ്. തിരിച്ച് വന്നതോ വാട്ടർ. അപ്പോൾ എടുത്തു മാറ്റിയത് ആരെ മാത്രമാണ്? സിറപ്പിനെ മാത്രമാണ്.
സിറപ്പിനെ മാത്രം എടുത്ത് മാറ്റിയത്. കാരണം സിറപ്പിനെ വാട്ടറും കൂടെ കളഞ്ഞു, വാട്ടർ തിരിച്ചു വന്നു. അപ്പോൾ പോയത് സിറപ്പ് മാത്രമല്ലേ? ആണ്. അപ്പോൾ എടുത്തു മാറ്റുമ്പോൾ റേഷ്യോ സെയിം. എടുത്തു മാറ്റിയത് എന്തിനെയാ? സിറപ്പിനെയാ. വാട്ടറിനെ എടുത്ത് മാറ്റിയോ? ഇല്ല, വാട്ടറിനെ തിരിച്ചു വെച്ചു അല്ലേ? വാട്ടറിനെ തിരിച്ചു വെച്ചുകൊണ്ട് വാട്ടറിൻ്റെ റേഷ്യോ അതുപോലെ നിലനിൽക്കില്ല, സിറപ്പിൻ്റെ റേഷ്യോ അതുപോലെ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ബേസിക്കലി പറഞ്ഞു വെച്ചത് എന്താണ്? ബേസിക്കലി പറഞ്ഞതിൽ നിന്നൊക്കെ ഉള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഇതിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പോയി റിവൈസ് ചെയ്ത് കാണുക. കാരണം ഇതിൻ്റെ സെൻട്രൽ ലോജിക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വലിയ വലിയ സെൻറ്റൻസിൽ ഇത്ര പറയുന്നത്, 5 പാർട്സ് വാട്ടറും 11 പാർട്സ് സിറപ്പും ഉള്ളതിൽ നിന്ന് എടുത്ത് മാറ്റി. എന്താ മാറ്റിയേ? കുറച്ച് ഇത് മാറ്റി. വാട്ടറും സിറപ്പും പോയി, വാട്ടറും പോയി, സിറപ്പും പോയി. ഓക്കെ, അപ്പോൾ റേഷ്യോ രണ്ടിൻ്റെ സെയിം തന്നെ. പക്ഷെ തിരിച്ച് വന്നത് എന്താ? വാട്ടർ മാത്രം വന്നു. അപ്പോൾ വാട്ടർ വന്നു അപ്പം എന്താണ്? റേഷ്യോ ചേഞ്ച് ആവുന്ന എന്തിൻ്റെ? വാട്ടറിൻ്റെ മാത്രം. കാരണം എന്താ? എടുത്തു മാറ്റിയാൽ റേഷ്യോ മാറില്ല എന്ന് നേരത്തെ എഴുതിയില്ലേ? എടുത്തു മാറ്റിയത് ഏതാ? സിറപ്പ് മാത്രം. വാട്ടർ തിരിച്ച് വന്നു. അപ്പോൾ ബേസിക്കലി ഇവിടെ നമ്മൾ പറയേണ്ട ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറപ്പ് പോയി, സിറപ്പ് വന്നിട്ടില്ലല്ലോ, സിറപ്പ് മാറ്റിയത് കൊണ്ട് സിറപ്പിൻ്റെ റേഷ്യോ സെയിം ആക്കണം അടുത്ത് വരുന്നതിൽ, വാട്ടർ ഇട്ടതിന് ശേഷം. അപ്പോൾ അത് പോട്ടെ, വാട്ടർ ഇട്ടതിന് ശേഷം എന്താ സംഭവിച്ചത്? ഓൺ ആഡിങ് 7 liters ഓഫ് വാട്ടർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ, അയ്യോ സോറി ഞാൻ വേറെ ക്വസ്റ്റ്യൻ വായിച്ച്, അതല്ല, ഓക്കെ സോറി, അതൊരു മിസ്റ്റേക്ക് ആയതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ് വിത്ത് വാട്ടർ സോ ദാറ്റ് ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഓളത്തിലങ്ങ് വായിക്കുമ്പോൾ സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2 ഇങ്ങനെ എഴുതരുത്. കാരണം ചോദ്യത്തിൽ അവർ വളരെ ട്രിക്കി ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ ആദ്യം വാട്ടർ ആൻഡ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സോ ദാറ്റ് ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ എന്ന് പറഞ്ഞു. സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയി എഴുതി പെടരുത്. ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾക്ക് പരീക്ഷയിൽ പ്രശ്നമാവുന്നത്. സിറപ്പ് ആൻഡ് വാട്ടർ, അപ്പോൾ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതി സിറപ്പ് ആൻഡ് വാട്ടർ. സിറപ്പ് എന്താ? 3:2 ഇങ്ങനെ എഴുതണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കടമ്പ കഴിഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ എത്രയാണ് മാറ്റിയത്? നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? സിറപ്പ് സെയിം ആക്കണം. അതെങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ച് പോയി കണ്ടോ. സിറപ്പ് സെയിം ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 3, ഇവിടെ 11 അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ വരണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 15:33 എന്ന് വരും. അപ്പോൾ ഇവിടെ 33 ആവാൻ എന്ത് ചെയ്യണം? ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 22 എന്താ 33 എന്നാവണം. ഇപ്പോൾ സിറപ്പ് സെയിം ആയില്ലേ? ഇപ്പോൾ സിറപ്പ് സെയിം ആയി. ഇപ്പോൾ വാട്ടറാണ് ആഡ് ചെയ്തത് അല്ലേ? വാട്ടർ നമ്മൾ എന്തോരം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്? 15 ഉണ്ട്. 15 നിന്നും 22 പോയപ്പോൾ 22 വരുമ്പോൾ എത്രയായി? 22 മനസ്സിൽ 7 യൂണിറ്റ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ വേറൊരു ട്രിക്കി സംഭവം വരുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ? 7 യൂണിറ്റ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ അതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ സോ ദാറ്റ് ദ മിക്സ്ചർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. അതായത് ഉണ്ടായിരുന്ന മിക്സ്ചറിൻ്റെ എത്ര ഭാഗം, അതുകൊണ്ടാണ് ഓപ്ഷൻ നോക്കിയേ. എ 14/45, ബി 27/35, സി 36/65, ഡി 7/55 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സി നിങ്ങൾക്ക് ഈ 7 കണ്ടുകൊണ്ട് ഉടനെ പോയി 7/55 എന്ന് കൊടുക്കാം. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കണം. റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മളോട് പറഞ്ഞെന്താ? ഉണ്ടായിരുന്ന മിക്സ്ചറിൻ്റെ, അതായത് ആദ്യം ഉണ്ടായിരുന്ന മിക്സ്ചറിൻ്റെ എത്ര ഭാഗം എടുത്തു മാറ്റിയിട്ടാണ് അത്രയും ഭാഗം വെള്ളം അവിടെ റീപ്ലേസ് ചെയ്തതെന്ന. അപ്പോൾ ഇതിൽ നമ്മൾ ചിലപ്പോൾ കാണിക്കാൻ പോകുന്നൊരു മിസ്റ്റേക്ക്, ഇതാണല്ലോ ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ റേഷ്യോ 5:5 ഇതാണല്ലോ അവസാനം. എന്നാൽ പിന്നെ എന്താ 15ഉം 33 എന്ത് വരും? 48. 7/48 7 ഭാഗമാവാം എന്ന് നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ. ഭാഗ്യത്തിന് ഇവിടെ ഓപ്ഷൻസിൽ എന്താ 48 7 ഇല്ല.
എങ്ങാണോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോയിട്ട് അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മിസ്റ്റേക്ക് ആവും. കാരണം ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ പറയുക, ആദ്യത്തെ ഈ കണ്ടീഷനെ ഈക്വൽ ആക്കാൻ വേണ്ടി ചെയ്തെടുത്ത റേഷ്യോ ആണ്. ഇതെന്താണ് അവസാനം വരുന്നത്? എന്താ 22 33 കൂടെ എന്താ? ഇത് ഒന്നുമല്ലാതെ വെറും 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 സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. 22 30 കൂടി എന്താ 55 ആവും അല്ലേ? 55 ലിറ്റർ. 22 33 കൂടെ അവസാനം 55 ലിറ്റർ. ഇതോ 15 33 കൂടെ 48 ലിറ്റർ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, ഒരു സൈഡിൽ 48 ലിറ്റർ 55 ലിറ്റർ. നമ്മളിവിടെ ചെയ്ത എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ എന്താ റീപ്ലേസ് ആണ് ചെയ്തത്. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് 5 ലിറ്റർ വയ്ക്കുക. 10 ലിറ്റർ ആണെങ്കിൽ 10 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് 10 ലിറ്റർ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നതിൻ്റെ അളവ് കുറയുന്നില്ല. അപ്പോൾ ഇത് നോക്കിയേ, ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നതിൻ്റെ അളവ് കുറയുന്നില്ലെങ്കിൽ ഈ അവസാനം ഉള്ളതല്ലേ ഒറിജിനലായിട്ടുള്ള അളവ്. കണ്ടോ, എന്തോ എടുത്തു മാറ്റിയപ്പോൾ 48 എന്താ എടുത്ത് മാറ്റി, സോറി, സൊല്യൂഷൻ എടുത്ത് മാറ്റിയപ്പോൾ 48. പിന്നെ 7 ലിറ്റർ ആഡ് ചെയ്തു 55. മനസ്സിലായോ? 7 ലിറ്റർ ആഡ് ചെയ്തു 55. അപ്പോൾ 55 എന്ന് പറഞ്ഞാൽ അവസാനമുള്ളത് എന്താ, ഞാൻ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് എടുത്ത അത്രയും തന്നെ ഞാൻ തിരിച്ചു വെച്ചുകൊണ്ട് അവസാനം ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളത് തന്നെയായിരിക്കും. ആദ്യം 55 ലിറ്റർ ഉണ്ടായിരുന്നു, എന്നിട്ട് 7 ലിറ്റർ സൊല്യൂഷൻ മാറ്റി, അപ്പോൾ 48 ലിറ്ററായി. എന്നിട്ട് 7 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ 48 ലിറ്റർ ഉള്ളതിനകത്ത് 7 ലിറ്റർ ആഡ് ചെയ്യുന്നത് 55. അപ്പോൾ അവസാനം വരുന്നത് തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നതും. അത് തമ്മിൽ കൺഫ്യൂഷൻ ആക്കരുത്. അപ്പോൾ ആഡ് ചെയ്ത വാട്ടർ 7 ലിറ്റർ, മൊത്തത്തിലുണ്ടായിരുന്ന 55. അപ്പോൾ 55ൽ 7. കണ്ടോ, ഇതാണ് ഉത്തരം. 7/55D. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് മിക്ക ക്വസ്റ്റ്യൻസും വളരെ ട്രിക്കിയാണ്. ഇതിനകത്ത് തന്നെ ട്രിക്കി പാർട്ട് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദ്യത്തെ 5:11, പിന്നെ നമ്മളോട് 3:2 എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അമളി പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് ഇതിൽ ഓപ്ഷൻസിൽ 7/55 ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെ 7/45 അങ്ങനെ 7/48 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോയി അത് ടിക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇതൊരിച്ചിരി ട്രിക്കി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പാടുള്ള കാര്യങ്ങൾ പാടെന്ന് പറയാൻ പറ്റില്ല. ദിസ് മൈറ്റ് ബി വെരി സിമ്പിൾ ഫോർ സം പേഴ്സൺ. പക്ഷേ ഒരു ലെവൽ ഓഫ് അറ്റൻറ്റീവ്നെസ്, ഒരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിലേ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം. നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മറന്നുപോകും. അപ്പോൾ ഇതാണ് കാര്യം. നിങ്ങൾ ഒരു വട്ടം കൂടെ സ്വന്തം ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ മിക്സ്ചർ മിൽക്ക് ആൻഡ് വാട്ടർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 1:4. അപ്പോൾ അത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യം അങ്ങോട്ട് എഴുതാം. മിൽക്കും വാട്ടറും 1:4 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, സം മിൽക്ക് ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ. അറിയാലോ, മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ ചേഞ്ച് ആവും, ആഡ് ചെയ്യാത്തതിൽ റേഷ്യോ ചേഞ്ച് ആവില്ല അല്ലേ? അപ്പം മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. സം മിൽക്ക് ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ ബിക്കോസ് ഓഫ് വിച്ച് റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ അത് തന്നെയാണ്, ഓർഡറും സെയിം തന്നെയാണ്, ശ്രദ്ധിച്ചോണം. ബിക്കംസ് 2:1. 2:1 ആയി. ഹൗ മച്ച് മിൽക്ക് വാസ് ആഡഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇനീഷ്യൽ മിക്സ്ചർ. ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ എത്ര ശതമാനം ആഡ് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഡ് ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് അവനെ കണ്ടുപിടിക്കണം. ആഡ് ചെയ്യുന്നവൻ ഏതാ, മിൽക്ക് ഈസ് ആഡഡ്, മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ സെയിം ആയിട്ട് നിൽക്കുന്നത് എന്താ, വാട്ടറാണ്. ഓക്കെ, അപ്പോൾ വാട്ടറാണ് സെയിം ആയിട്ട് നിൽക്കുന്നത്. വാട്ടറിനെ സെയിം ആക്കാൻ എന്താ, ഒന്നുമില്ല, 4 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 8:4 ആവും അല്ലേ? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8:4 ആയി. പിന്നെ പറഞ്ഞ കണ്ടീഷൻ എന്താ, ഹൗ മച്ച് മിൽക്ക് വാസ് ആഡഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇനീഷ്യൽ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ വാട്ടർ സെയിം ആയി. ഇവിടെ എന്താ, 1 നിന്നും 8 വന്നു. അപ്പോൾ എന്താ അർത്ഥം, 7 ലിറ്റർ അല്ലേ? 1 നിന്ന് 8 എത്തണമെങ്കിൽ എന്താ, ഞാൻ 7 ലിറ്റർ ആഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ 7 ലിറ്റർ ആഡ് ചെയ്തതു എല്ലൊക്കെ മാറ്റാം, യൂണിറ്റാണ്, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ലിറ്റർ എന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, റേഷ്യോ ആയതുകൊണ്ട് ടെക്നിക്കാലിറ്റി ഡസൻ മാറ്റർ മച്ച്. ഓക്കെ, അപ്പോൾ 1 നിന്ന് 8 വന്നു, 7ആണ് ആഡ് ചെയ്തത്. എന്താ ചോദിച്ചിരിക്കുന്നത്, ആദ്യം ഉണ്ടായിരുന്ന മിക്സ്ചറിൻ്റെ എത്ര ശതമാനം. ആദ്യം ഉണ്ടായിരുന്ന എത്രയാ, 4 ഒന്നും കൂടെ 5 യൂണിറ്റ് ഇല്ലേ, 5 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5ൽ 7 എന്ന് പറഞ്ഞാൽ 5ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, എന്ത് വരും, ഇസ് ഈക്വൽ ടു 20 × 7 എന്താ, 140. അപ്പോൾ 140% ആണ്
ആൻസർ നമ്പർ എ. ഓക്കെ, സിമ്പിളാണ്, പക്ഷേ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യം വായിക്കുക, പോസ് ചെയ്ത് ശ്രദ്ധിച്ച് വായിക്കണേ. എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 25 liter ഓഫ് മിൽക്ക്. സോ ഫ്രം ദിസ് കണ്ടെയ്നർ 5 liter ഓഫ് മിൽക്ക് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ. So this process is further repeated 2 times. How much milk is there in the container now? Okay. വായിച്ചല്ലോ, പറയാം. ഒരു കണ്ടെയ്നറിൽ 25 ലിറ്റർ മിൽക്ക് ഉണ്ട്. അപ്പോൾ ഫ്രം ദിസ് കണ്ടെയ്നർ 5 liter ഓഫ് മിൽക്ക് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ ഓർമ്മ ഉള്ളത്? എന്താ? 25 ലിറ്റർ മിൽക്കാണേ 5 ലിറ്റർ പുറത്ത് പോയി. ഇപ്പം എന്താ? 20 ലിറ്റർ മിൽക്ക് അങ്ങനെ കിടക്കുക. അതിലോട്ട് എന്ത് വന്നു? 5 ലിറ്റർ വാട്ടർ. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പോകുന്നത് മിൽക്ക്, വരുന്നത് വാട്ടർ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പോകുന്നവനും വരുന്നവനും തമ്മിലുള്ള റിലേഷൻ എന്താ ഞാൻ പറഞ്ഞത്? റിലേഷൻ അല്ല, പോകുന്നവൻ്റെ റേഷ്യോ മാറില്ല, വരുന്നവൻ്റെ റേഷ്യോ മാറും, ആഡഡ് ആയതുകൊണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, അവിടെ ഇട്ടിരുന്ന പേഴ്സൻറ്റേജ് ട്രിക്കിനെ കുറിച്ചുള്ളൊരു ഷോർട്ട്, അത് നിങ്ങൾ പഠിക്കണമെന്ന്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ വരും എന്ന് പറഞ്ഞില്ലേ? അതെ, ഇവിടെയാണ് വരാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പം അതിനുള്ളൊരു അവസരമാണ്. താഴെ ഞാൻ ഒന്നും കൂടെ ആ ഷോർട്ടിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യാം, അത് പോയി കണ്ടിട്ട് ഇവിടെ വന്നോളൂ. ഓക്കെ, വാട്ട് എവർ, പോസ് ചെയ്തിട്ട് അത് പോയി കണ്ടിട്ട് വന്നോളൂ. അറിയാത്തവർ, അറിയുന്നവർ ലൈക്ക് ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ ബേസിക്കലി വരുന്നത് വാട്ടർ, പോകുന്നത് മിൽക്ക്. അപ്പോൾ റേഷ്യോ ചേഞ്ച് ആവുന്നത് വാട്ടറിൻ്റെയും ചേഞ്ച് ആവാത്തത് മിൽക്കിൻ്റെയും. ഓക്കെ ഓക്കെ ഇനി ഒരു കാൽക്കുലേഷനിലോട്ട് പോവാം. 25 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു, പാല്. അതിലെന്താ 5 ലിറ്റർ പോയില്ലേ? 5 ലിറ്റർ പോയി. 5 ലിറ്റർ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25ൽ 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 പ്രാവശ്യം ഉള്ളതാണ് 25 അല്ലേ? അതായത് 5-1. 25ൻ്റെ 5 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-1. അഥവാ എന്താ പറയുക, 5-1 പറഞ്ഞാൽ 20% അല്ലേ? 20% അല്ലേ? 25ൻ്റെ 5 എന്ന് പറഞ്ഞാൽ 20% അല്ലേ? 5-1. അപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് എന്താ? 5-1 കുറയുകയാണ്. അപ്പോൾ കുറയുമ്പോൾ എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ എന്താ? 4/5 ആവും അല്ലേ? അപ്പോൾ എന്താ? 25 ലിറ്റർ മിൽക്കുള്ളതിൽ നിന്ന് 5 ലിറ്റർ പോയി, 5% പോയി, 4/5. എന്നിട്ട് എന്താ നടക്കുന്നത്? 5 ലിറ്റർ മിൽക്ക് വന്നു. 5 ലിറ്റർ മിൽക്ക് വന്നില്ലേ? അപ്പോൾ സോറി 5 ലിറ്റർ വാട്ടർ വന്നു. 5 ലിറ്റർ വാട്ടർ വന്നു. അപ്പോൾ എന്തായി? 25ൽ നിന്ന് 5 പോയപ്പോൾ 20 ലിറ്റർ ആയിരുന്നു. ഇപ്പം പിന്നെയും 25 ലിറ്ററായി. ആകെ വ്യത്യാസം എന്താ? 20 ലിറ്റർ മിൽക്കും 5 ലിറ്റർ വാട്ടറും. ഇനി ഈ സൊല്യൂഷനിൽ നിന്ന് പിന്നെ 5 ലിറ്റർ പോയി. സൊല്യൂഷനിൽ നിന്ന് 5 ലിറ്റർ പോയി. ഇവിടെയാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്താ ശ്രദ്ധിക്കേണ്ടത്? സൊല്യൂഷനിൽ നിന്ന് ഇതൊക്കെ വിടട്ടെ, പിന്നെ ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് മാത്രം മതി. ശ്രദ്ധ പോലെ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധിക്കൂ. ഇല്ല, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കുറച്ചും കൂടെ സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് 25 ലിറ്റർ മിൽക്കിൽ നിന്ന് അതിൻ്റെ 5 ലിറ്റർ, അതായത് അതിൻ്റെ 20% അഥവാ 1/5 പോയി, 4/5. ഇപ്പോൾ ഇത്രയും മിൽക്ക് ബാക്കിയില്ലേ? ബാക്കിയുണ്ട്. 20 ലിറ്ററിൽ നിന്ന് 5 ലിറ്റർ മാറ്റി വെള്ളം ഇട്ടു, 25 ലിറ്റർ. അപ്പോൾ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് പ്രോസസ് ഈസ് ഫർദർ റിപ്പീറ്റഡ് 2 times. ഇത് 2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വന്ന 25 ലിറ്ററിലെ സൊല്യൂഷന് പിന്നെ 5 ലിറ്റർ എടുത്ത് മാറ്റി. ഈ 25 ലിറ്ററിൽ നിന്ന് പിന്നെ 5 ലിറ്റർ പുറത്ത് ചാടി. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്,
മൊത്തം സൊല്യൂഷൻ്റെ എത്ര പോകുന്നോ അത്രയും ഭാഗം തന്നെയായിരിക്കും അതിലെ കോമ്പണൻസും കുറയുന്നത്. ഇവിടെ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി? മിൽക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിൽക്കിനെ കുറിച്ചാണ്, വാട്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ വാട്ടറിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസരം വരും. എപ്പോൾ? ഞാൻ പറഞ്ഞു ആദ്യം 25 ലിറ്റർ ഉണ്ടായിരുന്നു, 5 ലിറ്റർ എടുത്ത് മാറ്റി 20 ലിറ്റർ മിൽക്കായി, അതിലോട്ട് 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ 25 ലിറ്റർ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര? 25 ലിറ്റർ. അതുപോലെ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൊല്യൂഷനിൽ നിന്ന് എത്ര ഭാഗമാണ് എടുത്ത് മാറ്റുന്നത് അത്ര ഭാഗം തന്നെ അതിനകത്തെ കോമ്പണൻസും മാറും. അപ്പോൾ 25 നിന്ന് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് റിപ്പീറ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അത് തന്നെ ചെയ്യുക. 5 ലിറ്റർ എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞല്ലോ 5 ലിറ്റർ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1/5 ആണ്. അപ്പോൾ പിന്നെയും 1/5 സൊല്യൂഷനിൽ നിന്ന് പോയി. 1/5 സൊല്യൂഷനിൽ നിന്ന് പോകുമെങ്കിൽ മിൽക്കിൽ നിന്നും എന്ത് പോവും? 1/5 പോവില്ലേ? കാരണം എന്താ? മിൽക്ക് സൊല്യൂഷനിലെ കോമ്പണൻ്റ് അല്ലേ. ഒരു സൊല്യൂഷനിൽ നിന്ന് എത്രത്തോളം എടുത്ത് മാറ്റുന്നോ അത്രയും തന്നെ അതിൻ്റെ കോമ്പണൻസും പോവും. ഈ സൊല്യൂഷനിൽ നിന്ന് രണ്ടാമത് എന്താ? 5 ലിറ്റർ എടുത്ത് മാറ്റി, അതായത് 1/5 എടുത്ത് മാറ്റി. അപ്പം മിൽക്ക് ഉണ്ടായിരുന്ന മിൽക്കിൽ നിന്ന് പിന്നെയും 1/5 പോയി. എന്താ 1/5 പോകുമ്പോൾ എന്താ? 4/5. ഓക്കെ, ഇതേ പ്രോസസ്സ് എന്താ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 4/5 പിന്നെയും. അപ്പോൾ ഇത്രയും മിൽക്കാണ്. ഇതാണ് അവസാനം ഇവിടെയുള്ള മിൽക്ക്. ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ അവസാനം അവശേഷിക്കുന്ന മിൽക്ക് ഇത്രയുമാണ്. അപ്പോൾ ഇതെന്താ വരുന്നത്? 5 അല്ലേ? എന്താ 4 × 4/5 എന്ത് വരും? ഇത് 4 ക്യൂബ് 64 അല്ലേ? 64/5 64/5 എന്നുള്ള രീതിക്ക് വരും. ഏകദേശം എങ്ങനെ വരും? നമ്മൾ ഇതല്ലേ 60, ഇത് 12, 12. അപ്പോൾ ഓപ്ഷൻസിൽ എന്താ? ഇപ്പോൾ തന്നെ 12 വന്നു. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. 12.8 ഓപ്ഷൻസിൽ 12.8 മാത്രമേ ഉള്ളൂ. അപ്പോൾ 12 തന്നെ ഇവിടെ വന്നു. അപ്പോൾ ബാക്കി ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 12.8 തന്നെ വരുമെന്ന് നിങ്ങൾ 12.8 ലിറ്റർ വരുമെന്ന് ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താ ഉത്തരം? ഇതിൻ്റെ ഓപ്ഷൻ ഡി 12.8 ആണ് ഉത്തരം. മീൻസ് ഇപ്പോൾ ഓപ്ഷൻസിൽ വേറെ 12 ഒന്നും ഇല്ലെങ്കിൽ 12 വരുമ്പോൾ തന്നെ അതായിരിക്കുമല്ലോ ഉത്തരം. നമ്മൾ വെറുതെ സമയം കളയണ്ട. 12.8 ലിറ്ററാണ് ഉത്തരം. പക്ഷേ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പുതിയതാണെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നതായിരിക്കും. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പോകെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ തലയിലോട്ട് കയറിക്കോളും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. അലോയ് അലോയ് അറിയാലോ എന്താന്ന്? നമുക്ക് മെറ്റൽസിൽ 2 മെറ്റൽസിനെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ലൈക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ മെറ്റലാണ്, അല്ലെങ്കിൽ മെറ്റലിൻ്റെ മിശ്രിതമാണ് അലോയ്. അപ്പോൾ അലോയ് എ കണ്ടെയ്ൻസ് മെറ്റൽസ് എക്സ് ആൻഡ് വൈ ഇൻ ദ റേഷ്യോ 5:2. ഓക്കെ, അപ്പോൾ അലോയ് എ അത് ഇവിടെ നമുക്കിങ്ങനെ എഴുതാം. ആ മെറ്റൽസ് എക്സ് വൈ എന്ന് പറഞ്ഞ മെറ്റലുണ്ട്. ഇതിനെ 5:2 എന്ന് പറഞ്ഞ അനുപാതത്തിൽ മിക്സ് ചെയ്തെടുത്താണ് അലോയ് എ. അലോയ് ബി ഇവിടെയുണ്ട് വേറെ. അതെന്താ? ദീസ് മെറ്റൽസ് ഇൻ ദ റേഷ്യോ എക്സും വൈയും തന്നെ എക്സും വൈ ഇൻ ദ റേഷ്യോ 3:4. ഓക്കെ, അലോയ് സി ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 4:5. ഓക്കെ, അപ്പോൾ എയും ബിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു സി ഉണ്ടാക്കുന്നുണ്ട്. ഈ സിയിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് എയിന്ന് ഒരു 4 പാർട്ട് എടുക്കും, അലോയ് ബിന്ന് എന്തെടുക്കും? 5 പാർട്ട് എടുക്കും അല്ലേ? അതല്ലേ 4:5 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കമ്പൈൻ ചെയ്ത് വരുന്നതിനകത്ത് അലോയ് വൈ കണ്ടോ, അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും ടോട്ടൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ അലിഗേഷനിലോട്ട് പോകുമ്പോൾ ഇത് പഠിക്കും. അതായത് ഒരു കടയിൽ 2 ടൈപ്പ് അരിയുണ്ട്. അതായത് ഒരെണ്ണത്തിന് ചിലപ്പോൾ ക്വാളിറ്റി കൂടിയതായിരിക്കും, അപ്പോൾ എന്താ വില കൂടും. ഒരെണ്ണത്തിന് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും, വില കുറയും. അപ്പോൾ ഇതിനെ രണ്ടിനെയും നിങ്ങൾ ആ രീതിയിലൊന്ന് കാണും. ഇത് ക്വാളിറ്റി കൂടിയ അരി, വില കൂടിയത്. ഇത് ക്വാളിറ്റി കുറഞ്ഞ അരി, വില കുറഞ്ഞത്. അപ്പോൾ ഈ കടക്കാരൻ എന്ത് ചെയ്യും? കടക്കാരൻ രണ്ടിനെയും മിക്സ് ചെയ്യും. ഒരരിയുടെ ഇത്ര ഭാഗം എടുക്കും,
മറ്റേ ടൈപ്പ് അരിയുടെ ഇത്ര ഭാഗം എടുക്കും, എന്നിട്ടൊരു മിശ്രിതം ഉണ്ടാക്കും. അതിനകത്തുള്ള മിക്സ്ചർ ഡിഫറൻ്റ് ആയിരിക്കില്ലേ അതിൻ്റെ വിലയും വെച്ച് നോക്കുമ്പോൾ? അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മളിനി വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നറിയോ? ആദ്യത്തേന്ന് എടുത്ത അരിയും രണ്ടാമത്തേന്ന് എടുത്ത അരിയും ഒറിജിനലി എടുത്തത് അതിൻ്റെ ക്വാണ്ടിറ്റി വേറെ ആണെങ്കിൽ നമ്മൾ 1 കിലോ 1 കിലോ എന്നുള്ള രീതിയിൽ ഈക്വൽ ആക്കും. 1 കിലോ എടുക്കാൻ വേണ്ടി ഈക്വൽ ആക്കും. അങ്ങനെ ഈക്വൽ ആക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഈക്വൽ ആക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 5:2 3:4 അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 5 2 7. ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 3. ഇവിടെ പിന്നെ അപ്പോൾ എളുപ്പമായി, കാരണം രണ്ടും എന്താ ഈക്വലാണ്. അപ്പോൾ ഇനി ഈക്വൽ ആക്കേണ്ട കാര്യമില്ല. മേ ബി ഇപ്പോൾ 2:1 അല്ലെങ്കിൽ എന്താണ് 6:4 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്താ, ഇത് 3ഉം ഇതെന്താ 6 4 10 ഇത് നമ്മൾ എങ്ങനെ ഈക്വൽ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 10 ഈ ക്രോസ് മൾട്ടിപ്ലൈ, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ, 2:1 2:1 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20:10 എന്നും ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ 18 6:4 3 കൊണ്ട് മൾട്ടിപ്ലൈ 18:12 എന്നാവും. നോക്ക്, കറക്റ്റ് അല്ലേ? 2 30 വന്നില്ലേ? 2 30 വന്നു. അപ്പോൾ അങ്ങനെ ഈക്വൽ ആക്കും. ഇപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ നമുക്ക് ഈക്വൽ ആക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഈക്വൽ ആണ്. ഓക്കെ, ഇനി മാറ്ററിലോട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ അങ്ങനെ ഈക്വൽ ആക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് 4 പാർട്ടിങ് എടുക്കുവാണെങ്കിൽ, അപ്പോൾ 4 പാർട്ടി എടുക്കുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 20:8 എന്താ എക്സും വൈയും എന്ന് വന്നത്. ഇവിടെയോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 15:20 എന്നാ ഇത് ബി എന്ന് വന്നത് എക്സും വൈയും. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ദ പേഴ്സൻറ്റേജ് ഓഫ് വൈ ഇൻ ഇത് മൊത്തം അലോയ് സി ആണേ. അലോയ് സിക്കകത്ത് പേഴ്സൻറ്റേജ് ഓഫ് വൈ എന്താന്ന്? വൈ എന്താ ഉള്ളത്? വൈ ഇവിടെ എന്താ, അവിടെ നിന്ന് വന്ന വൈ എത്ര ഉള്ളത്? 8. ഇവിടുന്ന് വന്ന വൈ എത്ര ഉള്ളത്? 20. അപ്പോൾ രണ്ടും കൂടെ മൊത്തം വൈ ഉള്ളത് 28. എത്ര ഇതിനകത്താ ടോട്ടൽ നോക്കിക്കേ? ഇതും 28ഉം എന്ത് വരും? 35. 28ഉം 35ഉം കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര വരും? 63 വരും അല്ലേ? 28 35. അപ്പോൾ 63 ഉള്ളതിൽ 28 എത്ര പെർസെൻറ്റേജ് ആണെന്നാണോ ചോദിച്ചിരിക്കുന്നത്? അതെ. അപ്പോൾ ഇൻറ്റു 100 അല്ലേ? ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എങ്ങനെ വെട്ടാൻ പറ്റും? നമുക്കത് 7 കൊണ്ട് വെട്ടാമല്ലോ. 7 കൊണ്ട് വെട്ടിയ 9, 7 കൊണ്ട് 4 അല്ലേ? അപ്പോൾ 7 കൊണ്ട് വെട്ടി. 7 കൊണ്ട് വെട്ടിയപ്പോൾ എങ്ങനെ വരും? 400/9 എന്നുള്ള രീതിക്ക് വരും. 400/9. ഓക്കെ, നിങ്ങളെ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഓപ്ഷൻ ഫുള്ള് അങ്ങോട്ട് പോയി ചെയ്യരുത്. അങ്ങോട്ട് പോയി ഫുള്ള് ചെയ്തിട്ട് ആൻസർ വരുന്ന വേണം. ഓപ്ഷനിലോട്ട് നോക്കുക, നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 400/9 നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ 400 ബൈ 9 9 to 5 45 9 to 4 36 അല്ലേ? 40 36 4 പറ്റുന്നില്ല, പിന്നെ ഇറക്കി. അപ്പോൾ എന്താ പിന്നെയും 36. അപ്പോൾ നോക്കിയേ 44 വന്നു, പിന്നെയും 4 വന്നത്, അങ്ങനെ പോവുക. അപ്പോൾ എന്താ 44 ക്വസ്റ്റ്യൻ ഭാഗത്ത് വരുന്ന ഏതാ നിൽക്കുന്നത് ഓപ്ഷൻസിൽ? എ ആണ്. 44 and 4/9% ആണ്. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. 44/9 + 4/9 ചെയ്ത് നോക്കുക. ഓക്കെ, 400/9 നമുക്ക് വരും. മനസ്സിലാവില്ല, കാരണം ഒന്നാമത് ഇവിടെ 1സിൻ്റെ സ്ഥലത്ത് 44ന് 9 ചെയ്യുമ്പോൾ 6 വരും, പിന്നെ +4 ചെയ്യുമ്പോൾ ഓൾറെഡി 0 വരും. അപ്പോൾ 400 തന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 44 and 4/9% ആണ്. ഉത്തരം എന്താണ്? 44 4/9% ആണ്. 44 and 4/9%. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം വേണ്ട. ഈ പറഞ്ഞ പോലെ എയിൽ നിന്നും ബിയിൽ നിന്നും എടുക്കുമ്പോൾ ഈക്വൽ ആണോ എന്ന് ഫസ്റ്റ് നോക്കുക. ഈക്വൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ ഈക്വൽ ആക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ ഈക്വൽ ആക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ ഈക്വൽ ആക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഇവിടെ 2:1 അവിടെ 6:4 ആണെന്ന് വിചാരിക്കുക. ഇതിനെ ഇതൊരു വില കുറഞ്ഞ അരി, ഓക്കെ, നെഗറ്റീവ് അരി, ഇത് പോസിറ്റീവ് അരി എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഈക്വലായിട്ട് 1 കിലോ എടുക്കണമെങ്കിൽ ഈ റേഷ്യോ ഈക്വൽ ആക്കണം. കാരണം ഇപ്പോൾ ഇത് 3 അല്ലേ, ഇപ്പോൾ ഇത് 3, ഇപ്പോൾ ഇത് 10. 6 4 10, 2 1 3. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞത്? ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5:10, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20:10. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18:12. അപ്പോൾ എന്താ? 20 10 30, 18 12 30 ഈക്വലായി. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെ വേണ്ടി വന്നില്ല, കാരണം രണ്ടും 7 ആയതുകൊണ്ട്. റൈറ്റ്. അപ്പോൾ അതാണ്. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ മിക്സ്ചർ ആൻഡ് എലിഗേഷനാണ് ചാപ്റ്റർ. കുറച്ച് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാം നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റിൽ കത്തണം എന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ചാപ്റ്ററാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ചോദ്യം: 2 vessels of equal capacity contain juice and water in the ratio of 3:5 and 3:1 respectively. The mixture of both the vessels are mixed and transferred into a bigger vessel. What is the ratio of juice and water in the new mixture? ഒന്നുമില്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ഒരേ വോളിയമുള്ള 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതിൽ ജ്യൂസും വാട്ടറും ആദ്യത്തേതിൽ 3:5, ആദ്യത്തേന് നമുക്ക് എ എന്ന് വിളിക്കാം. ആദ്യത്തേൽ ജ്യൂസും വാട്ടറും 3:5, രണ്ടാമത്തെ ബി എന്ന് വിളിക്കാം. അതിൽ ജ്യൂസും വാട്ടറും എന്താ എത്ര? 3:1 എന്ന അനുപാതത്തിലാണ്. നേരത്തെ അതേ സാധനം തന്നെ, വേറെ രണ്ടും കൂടെ എന്താ, രണ്ടും അവിടുന്ന് ഇവിടുന്ന് എടുക്കുന്നു. മറ്റേ അരിയുടെ എക്സാമ്പിൾ ഓർമ്മയില്ലേ? അതുപോലെ അവിടുന്ന് ഇവിടുന്ന് എടുക്കുക. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞേ? ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ജ്യൂസ് ആൻഡ് വാട്ടർ ഇൻ ന്യൂ മിക്സ്? ന്യൂ മിക്സ്ചറിലെ റേഷ്യോ ആണ് ചോദിക്കുന്നത്, ജ്യൂസിൻ്റെയും വാട്ടറിൻ്റെയും. സോ ഇവിടെ എന്താ സം എന്താ? 3 5 8. ഇവിടെ എന്താ 4. അപ്പോൾ സെയിം ആക്കിക്കോ. സെയിം ആക്കുന്നത് എങ്ങനെയാണ് സെയിം ആക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 8നെ ഇതുകൊണ്ട്, ഇവിടെ 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? 24 8. ഇവിടെ എന്താ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ നമ്മൾ 4 3:5 അല്ലേ? സോറി, ഇത് എഴുതിയത് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ എന്താ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16:20. 12 അല്ലേ? 4 × 3 അല്ലേ? 12:20. 4 × 5 20. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സെയിം ആയി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മുടെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ജ്യൂസ് ആൻഡ് വാട്ടർ. അപ്പോൾ ജ്യൂസിൻ്റെയും വാട്ടറിൻ്റെയും ഇതാ. അപ്പോൾ ജ്യൂസ് രണ്ടും കൂടെ എത്ര വരുന്നത്? 12ഉം 24ഉം കൂടെ 36 വാട്ടറോ 20 28. 36:28 വരുന്നത്. അത് വരുന്ന ഏതോ ഓപ്ഷനിലുള്ളത്? 13:9, 9:7, 8:9, 9:7 വരില്ലേ? വരുമല്ലോ. 4 കൊണ്ട് പോകുമ്പോൾ 9:7 വരും. അങ്ങനെയാണ് ഉത്തരം. അപ്പം 9:7 ആണ് ഉത്തരം. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് മൈൻഡിൽ ഉറയ്ക്കാൻ വേണ്ടി ചെയ്ത് വന്നതാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്തതാണ്. നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാം. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. എന്താ കാര്യം? ഇവിടെ വരെ ഒന്നും ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ നോക്കൂ. നമ്മൾക്ക് എന്താ വേണ്ടത്? നമുക്കിത് രണ്ടും ഈക്വൽ ആക്കുകയല്ലേ? ഈക്വൽ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 5 8. ഇവിടെ 3 and 1 4. ഈ 4നെ 8 ആക്കിയാൽ പോരെ? ഇവിടെ സിമ്പിളായിട്ട് 4നെ 8 ആക്കണേ എന്ത് ചെയ്യണം? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എന്താവും? 6:2 ആവും. 6:2 ആയി. ഇപ്പോൾ ഈക്വലായില്ലേ? 3 5 8, 6 2 8 തന്നെ. ഇപ്പോൾ ഈക്വലായി. അപ്പോൾ പിന്നെ എന്താ? ജ്യൂസിൻ്റെത് 9:5. 3 + 6 9ഉം 5ഉം 2ഉം 7 ആയില്ലേ? അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി 9:7 വന്ന് എങ്ങനെയാണെന്ന് ചിലർക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇതിനകത്ത് ജ്യൂസ് 3,
ബീനകത്ത് ജ്യൂസ് രണ്ടും കൂടെ കലർത്തിയല്ലേ 3 6 9, ഇതിനകത്ത് വാട്ടർ 5, ബീനകത്ത് വാട്ടർ 2, 5 2 7, അങ്ങനെയാണ് 9:7. ഏതാ? ഓപ്ഷൻ ബി ആൻസർ വരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾ നോക്കണം. നിങ്ങളെ വിഷനും നിങ്ങളുടെ ശ്രദ്ധയും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ പാർട്ട് 1 ഇത്രയും ചോദ്യമാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ ജസ്റ്റ് പതുക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു 8 or 9 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഈ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ CHSL-ലും CGL-ലും വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ കയ്യിൽ ഞാനത് എഴുതിയെടുത്തപ്പോൾ അതിൻ്റെ ഇയർ കൂടെ എഴുതിയെടുക്കാൻ വിട്ടുപോയി. പക്ഷേ ഇത് CHS-ലും CGL-ലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ CHSL എഴുതാൻ പോകുന്നവർ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കോളൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ. സോ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ് ഉടനെ വരും, സ്പീഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.